നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 22, 2026 വ്യാഴം. അങ്ങനെ പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ വന്നതിനെ തുടർന്ന് തുടർച്ചയായി 3 ട്രേഡിംഗ് സെഷനിലെ നഷ്ടത്തിന് ശേഷം ഈ ആഴ്ചയിൽ ആദ്യമായിട്ട് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിന് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിന് 0.5% നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചതെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും ഇന്ന് ഗ്യാപ്പ് അപ്പോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നതും തൽഫലമായി 25,435 എന്ന ലെവലിൽ നിഫ്റ്റിക്ക് ഇന്ന് റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. മാത്രമല്ല ഇന്ന് മാർക്കറ്റ് ഹൈലി വോൾട്ടൈലുമായിരുന്നു. തുടർന്ന് മാർക്കറ്റിലുണ്ടായ ഫോളിന്റെ ഫലമായി 25,168 എന്ന ലെവലിൽ സപ്പോർട്ടും എടുക്കുവാൻ സാധിച്ചു. തുടർന്ന് മാർക്കറ്റിന് നഷ്ടപ്പെട്ട ഭൂരിഭാഗം പോയിന്റുകൾ തിരിച്ചു പിടിക്കുവാനും സാധിച്ചതിന്റെ ഫലമായിട്ട് 0.5% നേട്ടത്തോടുകൂടി അഥവാ 132 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 25,289 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ സെൻസെക്സിൽ ഇന്ന് വീക്ക്ലി എക്സ്പയറി ആയിരുന്നു. എങ്കിലും 397 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 82,000 എന്ന ലെവലിന് മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ ബാങ്ക് നിഫ്റ്റിക്കും 399 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 59,200 എന്ന ലെവലിലും വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. കൂടാതെ NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ ഇന്ന് 2,189 സ്റ്റോക്കുകൾക്ക് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. അതേസമയം ആകെ 731 സ്റ്റോക്കുകൾക്ക് മാത്രമേ ഇന്ന് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയും ഉണ്ടായുള്ളൂ. ഡോക്ടർ റെഡ്ഡീസ് ലാബ്, ഭാരത് ഇലക്ട്രോണിക്സ്, അദാനി പോർട്സ്, അദാനി എന്റർപ്രൈസസ്, ടാറ്റ സ്റ്റീൽ തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിച്ചപ്പോൾ SBI ലൈഫ് ഇൻഷുറൻസ്, ഇറ്റേണൽ, ആയിഷ മോട്ടേഴ്സ്, ടൈറ്റാൻ കമ്പനി, ജിയോ ഫൈനാൻഷ്യൽ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. ഇന്ന് സെക്ടർ വൈസ് നോക്കുമ്പോൾ റിയാലിറ്റി, കൺസ്യൂമർ ഡ്യൂറബിൾസ് തുടങ്ങിയ സെക്ടറുകളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ മേഖലകൾക്കും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. FMCG, IT, മെറ്റൽ, മീഡിയ, PSU ബാങ്ക്, ഫാർമ തുടങ്ങിയ മേഖലകൾക്ക് 1% മുതൽ 2% നേട്ടം കൈവരിക്കുവാനും സാധിച്ചു. കൂടാതെ ബോർഡർ മാർക്കറ്റ്സുകൾക്കും ഇന്ന് അതിശക്തമായ നേട്ടം കൈവരിക്കുവാൻ സാധിച്ചതിന്റെ ഫലമായി BSE മിഡ് ക്യാപ്പിനും സ്മോൾ ക്യാപ്പിനും 1% നേട്ടവും കൈവരിക്കുവാനായി. അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയ്ക്ക് ഇന്നലത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 6 പൈസയുടെ നേട്ടത്തോടുകൂടി 91.62 എന്ന ലെവലിൽ വ്യാപാരവും അവസാനിപ്പിക്കുവാനായി. ഇൻകം ടാക്സ് നോട്ടീസ് ലഭിച്ചതിനെ തുടർന്ന് ഇന്ന് IIFL ഫൈനാൻസിന്റെ ഷെയർ പ്രൈസിൽ 15% ഇടിവ് ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെടുകയുണ്ടായി. ഇന്ത്യ US വ്യാപാര കരാറിന് മുകളിലുള്ള പ്രതീക്ഷകൾ ട്രംപിന്റെ കമന്റിനെ തുടർന്ന് വർദ്ധിച്ചതിന്റെ ഫലമായിട്ട് അവന്തി ഫീഡ്സ് തുടങ്ങി മറ്റുള്ള എക്സ്പോർട്ടിംഗ് സ്റ്റോക്കുകളിൽ ഇൻട്രാഡേ ബേസിസിൽ 8% ഉയർച്ചയും അനുഭവപ്പെടുകയുണ്ടായി. കൂടാതെ Q3 റിസൾട്ടിന്റെ ഇമ്പാക്റ്റ് ആയിട്ട് ഇന്ന് PNB ഹൗസിംഗ് ഫൈനാൻസിന്റെയും ടാറ്റ കമ്മ്യൂണിക്കേഷൻസിന്റെയും സ്റ്റോക്ക് പ്രൈസിൽ 8% ഇടിവ് ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെട്ടു. എന്നാൽ അതേസമയം ഇന്ന് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് 7% നേട്ടം ഇൻട്രാഡേ ബേസിസിൽ കൈവരിക്കുവാൻ സാധിച്ചതിന്റെ ഫലമായിട്ട് സ്റ്റോക്ക് അതിന്റെ 8 വർഷത്തെ ഹൈയിലേക്കും എത്തിച്ചേരുകയുണ്ടായി. ഇന്ന് ഇറ്റേണൽ സ്റ്റോക്കില് ഇൻട്രാഡേ ബേസിസിൽ നേട്ടം കൈവരിക്കുവാൻ സാധിച്ചെങ്കിലും മാനേജ്മെന്റ് ട്രാൻസിഷൻ ന്യൂസുകൾ പുറത്തു വന്നതിനെ തുടർന്ന് സ്റ്റോക്കിൽ ഇടിവും അനുഭവപ്പെടുകയുണ്ടായി. ഡേ ഹൈയിൽ നിന്നും ഏകദേശം 9% ഇടിവും തൽഫലമായി സ്റ്റോക്കിന് നേരിടേണ്ടതായിട്ടും വന്നു. അതേസമയം Q3 റിസൾട്ടിന്റെ ഇമ്പാക്ടിന്റെ ഫലമായിട്ട് ബജാജ് കൺസ്യൂമർ സ്റ്റോക്കില് ഇന്ന് ഇൻട്രാഡേ ബേസിസിൽ 20% അപ്പർ സർക്യൂട്ടും സ്റ്റോക്കിൽ ലഭിക്കുകയുണ്ടായി. കൊമേഴ്ഷ്യൽ വെഹിക്കിൾ കമ്പനികളുടെ മുകളിൽ ബ്രോക്കറേജുകളുടെ ഭാഗത്ത് നിന്നും പോസിറ്റീവായിട്ടുള്ള ഔട്ട്ലുക്ക് വന്നതിനെ തുടർന്ന് ടാറ്റ മോട്ടോഴ്സ്, അശോക് ലൈലാൻഡ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ ഇന്ന് 5% ഉയർച്ചയും കാണുവാനായിട്ട് സാധിച്ചു. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ അതിശക്തമായ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഉണ്ടാകുവാനും തുടർന്ന് മാർക്കറ്റിൽ ഫോൾ ഉണ്ടായെങ്കിൽ കൂടിയിട്ടും വീണ്ടും ഒരു തിരിച്ചുവരവ് നടത്തിക്കൊണ്ട് 0.5% നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ ഇടയാക്കിയ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം. ഇന്ന് രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ നമ്മൾ കണ്ടിരുന്നു ദാവോസിൽ ഇന്നലെ നടന്ന ലോകരാജ്യ നേതാക്കന്മാരുടെ മീറ്റിംഗില് ട്രംപ് തെരഞ്ഞെടുക്കപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങളുടെ മുകളിൽ ഗ്രീൻലാൻഡുമായി ബന്ധപ്പെട്ട് വന്ന പ്രശ്നങ്ങളെ തുടർന്ന് പ്രഖ്യാപിച്ച 25% അഡീഷണൽ താരിഫിൽ നിന്നും പിൻവാങ്ങുന്ന സൂചനകൾ നൽകുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ യൂറോപ്യൻ താരിഫിൽ നിന്നുള്ള യൂടേൺ തന്നെയാണ് ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിനെ എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെയും അതിശക്തമായ ഒരു നേട്ടത്തിലേക്ക് നയിക്കുകയും ഉണ്ടായത്. തൽഫലമായി അത് ലോകത്താകമാനം ട്രേഡ് വാറിനുള്ള സാഹചര്യത്തിന് മങ്ങലേൽപ്പിക്കുകയും ചെയ്തത് ഗ്ലോബൽ മാർക്കറ്റിനെ എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനും ഗുണകരമായി തന്നെ മാറുകയും ഉണ്ടായി.
ഇതിനു പുറമെ ദാവോസിൽ വെച്ച് തന്നെ മണി കൺട്രോളിന്റെ പ്രതിനിധി ഞാൻ ഇന്ത്യയിൽ നിന്നുമുള്ള ഒരു പൗരയാണെന്നും ഇന്ത്യയും യുഎസും തമ്മിലുള്ള ട്രേഡ് ഡീലിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായം ആരാഞ്ഞപ്പോൾ ഇതിന് മറുപടിയായിട്ട് വീണ്ടും അദ്ദേഹം എടുത്ത് ആവർത്തിക്കുകയുണ്ടായി. അതായത് അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വലിയ ഒരു സുഹൃത്താണെന്നും കൂടാതെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു ഫണ്ടാസ്റ്റിക് മനുഷ്യനാണെന്നുള്ള പ്രതികരണമാണ് അദ്ദേഹം നൽകുകയും ഉണ്ടായത്. കൂടാതെ ഞങ്ങൾ തമ്മിൽ ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ട് ഒരു ഗുഡ് ഡീലിലേക്ക് എത്തിച്ചേരുകയുമാണെന്നുള്ള പ്രസ്താവനയാണ് അദ്ദേഹം നൽകുകയും ഉണ്ടായത്. ഇതിനെ തുടർന്ന് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിന്റെ സെന്റിമെന്റ്സും മാറിമറിയുന്നതിൽ ട്രംപിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെയധികം സഹായിക്കുകയും ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഇനി ഇന്ത്യയും യുഎസും തമ്മിലുള്ള ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടിയും ഇരിക്കുന്നു. കഴിഞ്ഞ വീക്കെൻഡില് യുഎസ് പ്രസിഡന്റ് ട്രംപ് യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ പ്രഖ്യാപിച്ച ഗ്രീൻലാൻഡുമായി ബന്ധപ്പെട്ട താരിഫ് നടപടികളെ തുടർന്നാണ് ഗ്ലോബൽ മാർക്കറ്റിന്റെ ആകമാനം സെന്റിമെന്റ്സും വീക്കായിട്ട് മാറുകയുണ്ടായത്. എന്നാൽ ഈ ഒരു നടപടിയിൽ നിന്നും അദ്ദേഹം ഇന്നലെ യൂട്ടേൺ എടുത്തതിനെ തുടർന്ന് അത് ഇന്നലെ യുഎസ് മാർക്കറ്റിനും യൂറോപ്യൻ മാർക്കറ്റ്സിനും മാത്രമല്ല ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിനും നേട്ടത്തിലേക്ക് തിരിയുവാൻ പ്രധാന പങ്ക് വഹിച്ചതുകൊണ്ട് തന്നെ ഗ്ലോബൽ ക്യൂസും പോസിറ്റീവായി മാറിയത് ഇന്ത്യൻ മാർക്കറ്റിനും ഗുണകരമായി തന്നെ മാറി. തിങ്കൾ, ചൊവ്വ, ബുധൻ അവസാന 3 ട്രേഡിംഗ് സെഷന് കൊണ്ട് 20% ഉയർച്ച രേഖപ്പെടുത്തിയ ഇന്ത്യ വിക്സ് ഇന്ന് ഇൻട്രാഡേ ബേസിസിൽ 4% ഉയർച്ച രേഖപ്പെടുത്തിയെങ്കിലും പിന്നീട് കൂൾ ഓഫ് ആവുകയും ഉണ്ടായി. തൽഫലമായി 3.12% ഇടിവോടുകൂടി 13.35 എന്ന ലെവലിൽ ക്ലോസിംഗും രേഖപ്പെടുത്തുവാൻ സാധിച്ചു. ഇന്ന് ഇന്ത്യ വിക്സിലുണ്ടായ ഇടിവും നമ്മുടെ മാർക്കറ്റിന് ഗുണകരമായി തന്നെ മാറി. കൂടാതെ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇന്ത്യൻ രൂപയ്ക്ക് സിംഗിൾ ഡേയിലെ ഏറ്റവും വലിയ ഇടിവ് നേരിടേണ്ടി വന്നു. തുടർന്ന് തിങ്കൾ, ചൊവ്വ ട്രേഡിംഗ് സെഷനുകളിലും ഇന്ത്യൻ രൂപ ചെറിയ തോതിലാണെങ്കിലും വീണ്ടും യുഎസ് ഡോളറിനെതിരെ ദുർബലപ്പെടുന്ന കാഴ്ചയാണ് കാണുവാനായിട്ടും സാധിച്ചിരുന്നത്. കൂടാതെ ഇന്നലെ വീണ്ടും ഇന്ത്യൻ രൂപയ്ക്ക് ഏകദേശം 73 പൈസയുടെ നഷ്ടം സിംഗിൾ ഡേയില് യുഎസ് ഡോളറിനെതിരെ നേരിടേണ്ടതായിട്ടും വരികയുണ്ടായി. തൽഫലമായി 4 ട്രേഡിംഗ് സെഷന് കൊണ്ട് ഏകദേശം 2 രൂപയ്ക്ക് മുകളിൽ മൂല്യം അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയ്ക്ക് നഷ്ടപ്പെടേണ്ടതായിട്ട് വരികയുമുണ്ടായി. എന്നാൽ ഇന്ന് അതിനൊരു ചെറിയ അറുതി വരുത്തുവാനും സാധിച്ചു. ഇന്നലത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 6 പൈസയുടെ നേട്ടം മാത്രമേ കൈവരിക്കുവാൻ സാധിച്ചുള്ളെങ്കിൽ കൂടിയിട്ടും ഇന്ന് ശക്തമായ ചെറുത്തുനിൽപ്പ് യുഎസ് ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയ്ക്ക് നടത്തുവാൻ സാധിച്ചത് നമ്മുടെ മാർക്കറ്റിനും ഗുണകരമായി തന്നെ മാറി. ട്രേഡ് വാറിന്റെ ടെൻഷൻസിനൊക്കെ നേരെ അയവ് വന്നതിനെ തുടർന്ന് ഇന്ന് ഗോൾഡിന്റെ വിലയിലും സിൽവറിന്റെ വിലയിലൊക്കെ ഇടിവ് അനുഭവപ്പെടുകയുണ്ടായി. സ്വാഭാവികമായിട്ടും അതിന് ഇക്വിറ്റി മാർക്കറ്റിന് ഗുണകരമായി തന്നെ മാറിയതും നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിക്കുവാൻ സഹായിച്ചു. കൂടാതെ കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷനിലും അതിശക്തമായ നഷ്ടം നേരിട്ടുകൊണ്ടിരുന്ന ബോർഡർ മാർക്കറ്റ്സുകൾക്കും ഇന്ന് നേട്ടം കൈവരിക്കുവാനും സാധിച്ചു. ഏകദേശം 1%-ലേറെ BSE മിഡ് ക്യാപ്പിനും സ്മോൾ ക്യാപ്പിനും കൈവരിക്കുവാനുമായി. തൽഫലമായി ഇന്ന് ബോർഡർ മാർക്കറ്റ്സിന്റെ അതിശക്തമായ പ്രകടനവും നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിക്കുവാൻ പ്രധാന പങ്കും വഹിച്ചു. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിന് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 220 പോയിന്റുകളുടെ നേട്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് 0.25%-ലേറെയും ഫ്രാൻസ് മാർക്കറ്റ് 1.25%-ലേറെയും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരത്തിൽ തുടരുമ്പോൾ ജർമ്മൻ മാർക്കറ്റിന് 1.5%-ലേറെ നേട്ടത്തോടു കൂടിയിട്ടുമാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നതും. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ തായ്ലൻഡ്, ഇന്തോനേഷ്യൻ മാർക്കറ്റുകൾക്ക് മാത്രമേ ഇന്ന് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നുള്ളൂ. ബാക്കി എല്ലാ ഏഷ്യൻ മാർക്കറ്റ്സിനും നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ 1% ഇടിവാണ് നിലവിൽ അനുഭവപ്പെടുന്നത്. ബ്രെന്റ് ക്രൂഡിന്റെ വില $64.53 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $55.95 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇന്ന് ഗോൾഡിന്റെ വിലയിൽ ഗണ്യമായ ഇടിവ് രേഖപ്പെടുത്തിയെങ്കിലും ഗോൾഡിന്റെ വില നിലവിൽ വർദ്ധിച്ചു വരുന്ന കാഴ്ചയാണ് കാണുവാനായിട്ട് സാധിക്കുക. $4824.70 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. TVS ഹോൾഡിംഗ്സ് ജനുവരി 28-ന് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് വഴി ഫണ്ട് ശേഖരണത്തിനായിട്ടുള്ള തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് ബോർഡ് മീറ്റിംഗ് ചേരുമെന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. LICയുടെ ഓഫർ ഫോർ സെയില് മാറ്റിവെച്ചതായിട്ട് CNBC TV18 റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. വണ്ടർല ഹോളിഡേയ്സ് കമ്പനിയുടെ Q3 റിസൾട്ട് ഫെബ്രുവരി 5, 2026 പ്രസിദ്ധീകരിക്കും. ടാറ്റ കൺസൾട്ടൻസി സർവീസസ് IT മേഖലയിൽ AI അധിഷ്ഠിത പരിവർത്തനത്തിനായി TCS ഹെൽസങ്കി ആസ്ഥാനമായുള്ള കൽമാറുമായി പങ്കാളിത്തം സ്ഥാപിക്കുന്നു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് ശരീരഭാരം കുറയ്ക്കുന്നതിനായിട്ടുള്ള ജനറിക്
ഒസംപിക് മെഡിസിൻ ഇന്ത്യയിൽ പകുതി വിലയ്ക്ക് കമ്പനി വിൽക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള റിപ്പോർട്ട്സും വരുന്നുണ്ട്. റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് 141 കോടി രൂപയുടെ ആനുവൽ മെയിന്റനൻസ് കരാർ കമ്പനി നേടുകയുണ്ടായി. ബ്രഹ്മപുത്ര ഇൻഫ്രാസ്ട്രക്ചർ 46.62 കോടി രൂപയുടെ റോഡ് മേൽപ്പാലം പദ്ധതിക്ക് കമ്പനിക്ക് കരാർ ലഭിക്കുകയുണ്ടായി. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.